അജു വർഗീസ് നിവിൻ പോളി കോംബോ വീണ്ടും വരാൻ പോവുകയാണ് മക്കളെ. സർവമയം എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതൊരു കോമഡി ഹൊറർ സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല അജു വർഗീസ് നിവിൻ പോളി കോംബോ, അതും 15 വർഷത്തിന് ശേഷം. എന്നാൽ നിവിൻ പോളി, റിയ ഷിബു ആണ് മറ്റു കാസ്റ്റ്. ജസ്റ്റിൻ പ്രഭാകരനാണ് ചിത്രത്തിൽ ഗാനങ്ങൾ ഇറക്കാൻ പോകുന്നത്. അഖിൽ സത്യനാണ് ചിത്രത്തിൽ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഇതിന് കഴിഞ്ഞ സിനിമയാണ് പാച്ചു അത്ഭുത വെളുക്കും. ക്രിസ്മസ് ആണ് ഈ വർഷം റിലീസ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ സൂര്യാണ്ണന്റെ തമിഴ് സിനിമയാണ് കറുപ്പ് എന്ന് പറഞ്ഞ സിനിമ. ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ മ്യൂസിക് അവകാശങ്ങൾ നമ്മുടെ തിങ്ക് മ്യൂസിക് ഇന്ത്യയാണ് മേടിച്ചിരിക്കുന്നത്. സൂര്യ, തൃഷ, യോഗി ബാബു എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് ഈ ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നത്. സായി അഭ്യങ്കറാണ് ചിത്രത്തിൽ ഗാനങ്ങൾ തിരക്കുന്നത്. ഡയറക്ഷൻ നമ്മുടെ RJ ബാലാജിയാണ്. ഈ വർഷം ദിവാലിയാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. കാത്തിരിക്കാം നമുക്ക് ഈ ഒരു തമിഴ് സിനിമയ്ക്കായിട്ട്. മറ്റൊരു മലയാള സിനിമയാണ് ആശ എന്ന് പറഞ്ഞ സിനിമ. ചിത്രത്തിന്റെ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കുന്നതായിരിക്കും. ഷൂട്ടിംഗ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉർവശി, ജോർജ് ജോർജ്, ഐശ്വര്യ ലക്ഷ്മി, വിജയ് രാഘവൻ എന്നിവരൊക്കെയാണ് നിലവിൽ സിനിമയിലെ കാസ്റ്റ്. മ്യൂസിക് നമ്മുടെ മിഥുൻ മുകുന്ദൻ ആയിരിക്കും. ഡയറക്ഷൻ നമ്മുടെ സഫർ സനൽ ആയിരിക്കും. പുതിയൊരു ഡെബ്യൂട്ടായ ഒരു സംവിധായകനാണ് ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കാം നമുക്ക് ആശ എന്ന് പറഞ്ഞ സിനിമയ്ക്കായിട്ട്. മറ്റൊരു ഹൊറർ കോമഡി സിനിമയാണ് സുമതി വളവ് എന്ന് പറഞ്ഞ സിനിമ. റിലീസ് പ്ലാൻ ചെയ്യുന്ന തിയേറ്റർ ഓഗസ്റ്റ് 1 ആയിരിക്കും. അർജുൻ അശോകൻ, ബാലു വർഗീസ് എന്നിവരൊക്കെയാണ് കാസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. രഞ്ജിനി രാജായിരിക്കും ചിത്രത്തിൽ ഗാനങ്ങൾ ഇറക്കാൻ പോകുന്നത്. ഡയറക്ഷൻ നമ്മുടെ വിഷ്ണു സായി ശങ്കർ ആണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ സിനിമയാണ് മാളികപുരം എന്ന് പറഞ്ഞ നമ്മുടെ ഉണ്ണി മുകുന്ദൻ സിനിമ. എന്തായാലും റിലീസ് ഡേറ്റ് ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും ഓഗസ്റ്റ് 1 ഒഫീഷ്യലായിട്ട്. മറ്റൊരു സിനിമയാണ് ചിയാൻ വിക്രമിന്റെ 64ാമത്തെ സിനിമ. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മെയ്യഴകൻ ചിത്രത്തിന്റെ സംവിധായകനായ പ്രേം കുമാർ ആയിരിക്കും ഈ ഒരു ചിയാൻ വിക്രമിന്റെ 64ാമത്തെ സിനിമ നിർമ്മിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. കാത്തിരിക്കാൻ നമുക്ക് കൂടുതൽ സിനിമ വാർത്തകൾ കേട്ടാൽ. ആദ്യം കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സുലിപ് ചാനൽ.